ഇന്ന് ക്ലാസ് 12 ലഗ്നത്തെ പറ്റി പറഞ്ഞു. അത് ഒന്നുകൂടി ലഗ്നം ഒരു ജാതകത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ രവി നിൽക്കുന്ന രാശി. രവി നിൽക്കുന്ന രാശി എന്ന് വെച്ചാൽ ഒരു മാസം. മേടമാസമാണ് രവി, മേടത്തിലാണ് രവി നിൽക്കുന്നതെങ്കിൽ മേടമാസമാണ് കുട്ടി ജനിച്ചതെന്ന് അർത്ഥം. ഒരു ജാതകം നോക്കിയാൽ ജാതകത്തിലെ 12 ഘട്ടങ്ങളിൽ മുകളിലത്തെ 2ാമത്തെ ഘട്ടമാണ് മേടം എന്ന് പറഞ്ഞു. അപ്പോൾ ജാതകം നമ്മൾ ആ രവി അവിടെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ കുട്ടി ജനിച്ചത് മേടമാസമാണെന്ന് പറയാം. അല്ല, മേടമാസമാണ് കുട്ടി ജനിച്ചതെങ്കിൽ എന്നുള്ളത് നമുക്ക് മേടത്തിലിടണം. മേടം എന്ന ചതുരത്തിൽ മേടം എന്ന ചതുരം ഉണ്ടല്ലോ, മുകളിലത്തെ 2ാമത്തെ, അതിലാണ് എന്ന് ഇടേണ്ടത്. പിന്നെ അടുത്തത് ലഗ്നം നോക്കാം. നമ്മൾ ലഗ്നമാണ് ഇന്നലെയും ഞാൻ നമുക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മേടമാസം 1-ാം തീയതിയാണ് കുട്ടി ജനിച്ചതെങ്കിൽ നമുക്ക് എന്നുള്ളതും മേടത്തിൽ തന്നെ ഇട്ടേക്കാം. പറഞ്ഞു മനസ്സിലായോ? എന്നുള്ളത് ലഗ്നവും മേടലഗ്നത്തിൽ തന്നെയാണ് സൂര്യൻ ഉദിച്ചിരിക്കുന്നത്. പക്ഷേ 2 മണിക്കൂറാണ് സൂര്യൻ ആ മേടലഗ്നത്തിൽ കാണുക. മേടലഗ്നത്തിൽ സൂര്യൻ കാണുന്നത് 2 മണിക്കൂറാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചത് രാവിലെ സൂര്യോദയം കഴിഞ്ഞിട്ട് 8 മണിക്കൂറിനകമാണ് കുട്ടി ജനിച്ചത്. 8 മണിക്ക് അകമാണ് കുട്ടി ജനിച്ചതെങ്കിൽ 1-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ നമുക്ക് മേടലഗ്നമെന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് ആ കുട്ടി ജനിച്ചത് 10-ാം തീയതിയാണെങ്കിലോ, മേടമാസം 10-ാം തീയതിയാണെങ്കിൽ എന്താ സംഭവിക്കുക? മേടമാസം 10-ാം തീയതിയാണ് കുട്ടി ജനിച്ചതെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് ഏത് രാശിയിലാണ്? സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 40 മിനിറ്റ് കഴിഞ്ഞില്ലേ? 10-4 40 മിനിറ്റ് കഴിഞ്ഞു. മിച്ചം മേടലഗ്നത്തിൽ എത്ര സമയമുണ്ട്? 1 മണിക്കൂറും 20 മിനിറ്റ് മാത്രമേ മേടലഗ്നത്തിലുള്ളൂ. അപ്പോൾ സൂര്യോദയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറും 20 മിനിറ്റിന് അകവുമാണ് ആ കുട്ടി ജനിച്ചതെങ്കിൽ നമുക്ക് ലഗ്നമുള്ളത് മേടത്തിലിടാം. പക്ഷെ അതേ സമയത്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജനിച്ചതെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് അല്ലേ മേടലഗ്നത്തിൽ ഉണ്ടാവുള്ളൂ. അടുത്ത ഇടവലഗ്നം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടവലഗ്നത്തെ കാണാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് ഇടവലഗ്നത്തിൽ എഴുതാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞാലാണെങ്കിലോ ആദ്യത്തെ 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ 1.5 മണിക്കൂർ മേടലഗ്നം, പിന്നീട് രാവിലെ 8 മണി വരെ മേടലഗ്നം, പിന്നെ 10 മണി വരെ ഇടവലഗ്നം, പിന്നെ നമുക്ക് വേണമെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ മിഥുനലഗ്നം എന്ന് എഴുതാം. അപ്പോൾ ഇതനുസരിച്ചാണ് ലഗ്നം നമുക്ക് എഴുതേണ്ടത്. ഒരു ലഗ്നം 2 മണിക്കൂറാണ്. ഒരു മാസത്തിൽ 4 മിനിറ്റാണ്. ഒരു ദിവസത്തിൽ 4 മിനിറ്റ് ലഗ്നത്തിൽ കുറഞ്ഞുകൊണ്ടേ വരും ഓരോ ദിവസവും. അപ്പോൾ അത് കാരണം മേടലഗ്നത്തിൽ ഈ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ മേടലഗ്നം 10-ാം തീയതിയാണ് കുട്ടി ജനിച്ചതെങ്കിൽ 40 മിനിറ്റ് കുറയും. 20-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ 80 മിനിറ്റ് കുറയും. ഇപ്പോൾ സൂര്യോദയം കഴിഞ്ഞിട്ട് 40 മിനിറ്റ് മാത്രമേ മേടലഗ്നം ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അതേപോലെ തന്നെ ഇടവ മാസം 1-ാം തീയതി ആവുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഇടവലഗ്നത്തിലാണ്. 10-ാം തീയതി ആവുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഇടവലഗ്നത്തിൽ ആണെങ്കിൽ തന്നെയും 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉദിക്കുന്നത്. അപ്പോൾ മിച്ചം ഇടവലഗ്നത്തിൽ കാണുന്നത് 1 മണിക്കൂറും 20 മിനിറ്റുമാണ്. അതുപോലെ തന്നെ 20-ാം തീയതി ആണെങ്കിലോ 80 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉദിക്കുന്നത്. അത് കാരണം 1 മണിക്കൂറും 20 മിനിറ്റ് മൊത്തം 40 മിനിറ്റ് മാത്രമേ ഇടവലഗ്നത്തിൽ കാണുകയുള്ളൂ. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് 40 മിനിറ്റ് കഴിയുന്നത് വരെ ഇടവലഗ്നവും, അത് കഴിഞ്ഞിട്ടുള്ള 2 മണിക്കൂർ മിഥുനലഗ്നവും, അത് കഴിഞ്ഞിട്ടുള്ള 2 മണിക്കൂർ കർക്കിടക ലഗ്നവും. അങ്ങനെയാണ് എന്നുള്ളത് എഴുതേണ്ടത്. ഒരു ജാതകത്തിൽ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ലഗ്നത്തെപ്പറ്റി മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് എഴുതുമ്പോൾ സൂക്ഷിച്ചെഴുതണം. അതാണ് ഒരു ജാതകത്തിൽ ലഗ്നം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടാൽ നമുക്ക് എത്ര ആ മാസം ആ കുട്ടി ഏത് മാസം നമുക്കറിയുന്നത് രവി നിൽക്കുന്ന മാസമാണ്, രവി നിൽക്കുന്ന രാശിയാണ് മാസം. അപ്പോൾ ആ മാസത്തിൽ ആ കുട്ടി എത്ര മണിക്ക് ജനിച്ചു എന്ന് പറയണമെങ്കിൽ നമുക്ക് ലഗ്നം നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സമയം കിട്ടിയാലേ നമുക്ക് ലഗ്നം എഴുതാൻ പറ്റുള്ളൂ എന്നർത്ഥം. കൃത്യസമയം പറഞ്ഞാലല്ലാതെ ലഗ്നം എഴുതാൻ സാധിക്കുകയില്ല. ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജാതകം നോക്കിയിട്ട് ഫലം പറയണമെങ്കിൽ ലഗ്നത്തിനാണ് പ്രാധാന്യം ഉള്ളത്.